Hi students, today we are going through the main important ratio, that is solvency ratio, and we will be discussing in this video the structural ratios as a part of solvency ratios. Okay, solvency ratios are also called leverage ratios. These ratios are used to identify the long-term ഫിനാൻഷ്യൽ പൊസിഷൻ. സോൾവൻസി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലോങ് ടേം ലിക്വിഡിറ്റി പൊസിഷനാണ്. ലിക്വിഡിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എപ്പോഴും ഷോർട്ട് ടേം ലിക്വിഡിറ്റി പൊസിഷനാണ്. സോ ദിസ് solvency ratios are used to identify the long term financial position, long term liquidity position of the firm. So these ratios are used to identify the ability of the firm to meet its outside liabilities. Outside liabilities meet ചെയ്യാനുള്ള ഫേമിൻ്റെ എബിലിറ്റി, എസ്പെഷ്യലി ലോങ് ടേം ലയബിലിറ്റീസ് മീറ്റ് ചെയ്യാനുള്ള ഫേമിൻ്റെ എബിലിറ്റിയാണ് നമ്മൾ സോൾവൻസി റേഷ്യോസിലൂടെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്, അല്ലേ? ഇറ്റ് ഈസ് ടു അനലൈസ് ദ ക്യാപിറ്റൽ സ്ട്രക്ചർ ഓഫ് ദ ഫേം, അല്ലേ? മെയിനായിട്ട് സ്ട്രക്ചറൽ റേഷ്യോ എന്ന് പറയുന്ന ഒരു ഏരിയ തന്നെ ഉണ്ട്. ഫേമിൻ്റെ ക്യാപിറ്റൽ സ്ട്രക്ചർ അതിനെ അനലൈസ് ചെയ്യുന്ന റേഷ്യോസാണ്. ദർ ആർ ടു ടൈപ്സ് ഓഫ് സോൾവൻസി റേഷ്യോസ്. സോൾവൻസി റേഷ്യോസിൻ്റെ മെയിൻ ക്ലാസിഫിക്കേഷൻ രണ്ടായിട്ടാണ്. ഫസ്റ്റ് വൺ സ്ട്രക്ചറൽ റേഷ്യോസ്. സ്ട്രക്ചറൽ ഉദ്ദേശിക്കുന്നത് ക്യാപിറ്റൽ സ്ട്രക്ചർ, റിലേഷൻ ബിറ്റ്വീൻ ഡെറ്റ് ആൻഡ് ഇക്വിറ്റി ക്യാപിറ്റൽ, ഇത് അനലൈസ് ചെയ്യുന്നതാണ്. സെക്കൻഡ് കവറേജ് റേഷ്യോ ഉദ്ദേശിക്കുന്നത് എബിലിറ്റി ടു കവർ, അല്ലേ? നമ്മുടെ പ്രോഫിറ്റ് കൊണ്ട് നമ്മുടെ ഇൻട്രസ്റ്റും പ്രോഫിറ്റൊക്കെ കൊടുക്കാൻ കഴിയുമോ, ഡിവിഡൻറ്റും ഇൻട്രസ്റ്റൊക്കെ കൊടുക്കാൻ കഴിയുമോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ് നമ്മൾ കവറേജ് റേഷ്യോസ്. എനിവേ ദർ ആർ ടു ടൈപ്സ് ഓഫ് solvency ratios. Okay, then the important types of ratios are given below. Structural ratios include debt equity ratio, relation between debt capital and equity capital. Then proprietary ratio, proprietary റിട്ടേണുമായി ബന്ധപ്പെട്ട റേഷ്യോ ആണ്. സോൾവൻസി റേഷ്യോ ഔട്ട്സൈഡ് ലയബിലിറ്റീസ് മീറ്റ് ചെയ്യാനുള്ള റേഷ്യോ ആണ്. ഫിക്സഡ് അസറ്റ് ടു നെറ്റ്വർത്ത് റേഷ്യോ, ഫിക്സഡ് അസറ്റും ക്യാപിറ്റലും തമ്മിലുള്ള റേഷ്യോ ആണ്. ദെൻ ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോ, നമ്മുടെ ഗിയേർഡ് ക്യാപിറ്റൽ ഡെറ്റ് ക്യാപിറ്റൽ ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട റേഷ്യോ ആണ്. ഓക്കെ, ദെൻ സെക്കൻഡ് കാറ്റഗറി നമ്മൾ പറഞ്ഞു ഇറ്റ് ഈസ് കവറേജ് റേഷ്യോ. ഇറ്റ് ഇൻക്ലൂഡ്സ് ഫിക്സഡ് ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ, ഫിക്സഡ് ഇൻട്രസ്റ്റ് കൊടുക്കാൻ മാത്രം പ്രോഫിറ്റ് ഉണ്ടോ ഇല്ലയോ. ഫിക്സഡ് ഡിവിഡൻഡ് കവറേജ് റേഷ്യോ, എബിലിറ്റി ടു പേ ഫിക്സഡ് ഡിവിഡൻഡ്. ഡെറ്റ് സർവീസ് കവറേജ് റേഷ്യോ, എബിലിറ്റി ടു പേ റീപേ ഡെറ്റ്. ഓവറോൾ കവറേജ് റേഷ്യോ. ദീസ് ആർ ദി ഇമ്പോർട്ടൻറ്റ് solvency ratios. Okay, firstly we are moving to the first category, that is structural ratios. Structural ratios are mainly, first one is debt equity ratio. Debt equity is the proportion between debt and equity. So it is also called security ratio because we are analyzing different securities like equity share, debenture, bond, etc. Okay, another name is external internal ratio because it identifies the relation between fund of external parties and fund of internal parties, external capital and internal capital. So it includes, debt equity ratio includes long term debt equity ratio. ലോങ് ടേം ഡെറ്റും ഇക്വിറ്റിയും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ലോങ് ടേം ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ. ലോങ് ടേം ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ ഈസ് ഈക്വൽ ടു ലോങ് ടേം ഡെറ്റ് ക്യാപിറ്റൽ ഡിവൈഡഡ് ബൈ ഇക്വിറ്റി ക്യാപിറ്റൽ. ലോങ് ടേം ഡെറ്റ് എന്ന് പറഞ്ഞാൽ ഡിബഞ്ചർ, ബോണ്ട് പോലുള്ള ലോങ് ടേം ഡെറ്റുകൾ ഡിവൈഡഡ് ബൈ ഇക്വിറ്റി. ഇക്വിറ്റി മീൻസ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. ഓക്കെ, ദിസ് ഈസ് ദ ഫസ്റ്റ് വൺ, ലോങ് ടേം ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ. ആൻഡ് സെക്കൻഡ് വൺ ഈസ് ടോട്ടൽ ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ. First debt equity ratio is long term debt equity. Second one is total debt equity ratio. Here we consider total debt. Debt ആണ്, whether it is long term or short term, both are considered here. Long term debt divided by equity. Okay, ഇക്വിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഈസ് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. ഇക്വിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അല്ല, പകരം ഇറ്റ് ഈസ് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. ഷെയർ ഹോൾഡറിൽ എന്തൊക്കെ വരും? ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ പ്ലസ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ. എപ്പോഴും ഫണ്ട് പറയുമ്പോൾ ഒരു ഐറ്റം കൂടി ഉണ്ടാവും, റിസർവ്സ് ആൻഡ് സർപ്ലസ്. ഓക്കെ, ലോങ് ടേം ഡെറ്റ് ഇൻക്ലൂഡ്സ് ഡിബഞ്ചർ, ബോണ്ട്, ലോങ് ടേം ലോൺസ്, എക്സെട്ര. ടോട്ടൽ ഡെറ്റ് ഇൻക്ലൂഡ്സ് ലോങ് ടേം ഡെറ്റ് പ്ലസ് ഷോർട്ട് ടേം ഡെറ്റ്.
ജനറലി ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ ഡിനോട്ട്സ് ലോങ് ടേം എക്വിറ്റി റേഷ്യോ. ജനറലായിട്ട് ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ കൺസിഡർ ചെയ്യുക ലോങ് ടേം ഡെറ്റും ഇക്വിറ്റിയും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്. ദെൻ giving you an example, calculate debt equity ratios from the following details. Equity share capital 2 lakhs, preference share capital 1 lakh, general reserve 90,000, profit or loss account balance 60,000, debenture 1 lakh 50, preliminary expenses 20,000. Calculate ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ. ഇവിടെ ലോങ് ടേം ടോട്ടൽ എന്ന് പറയുന്നില്ല. അപ്പോൾ നമ്മൾ ഏതാ പരിഗണിക്കുക? ജനറലി ലോങ് ടേം ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ ആണ് പരിഗണിക്കുക. ഓക്കെ, സോ ഹിയർ ദ ഇക്വേഷൻ ഈസ് ലോങ് ടേം ഡെറ്റ് ഡിവൈഡഡ് ബൈ ഇക്വിറ്റി. ഇവിടെ ഏതൊക്കെയാണ് ലോങ് ടേം ഡെറ്റുകൾ വരിക? ലോങ് ടേം ഡെറ്റ്, ഇക്വിറ്റി, പ്രിഫറൻസ്, റിസർവ്, പ്രോഫിറ്റ്. ഫസ്റ്റ് ഐറ്റം ഡിബഞ്ചർ. ഓക്കെ, ഒരു ഐറ്റം മാത്രമേ ഉള്ളൂ. 1,50,000 ആണ് ലോങ് ടേം ഡെറ്റ്. ഇക്വിറ്റി മീൻസ് എന്താണ്? ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടാണ്. ദാറ്റ് ഈസ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ, റിസർവ്, സർപ്ലസ് എക്സെട്ര. അപ്പോൾ നമ്മൾ ഏതൊക്കെ പരിഗണിക്കും? ഇവിടെ നമ്മൾ പരിഗണിക്കുന്ന ഐറ്റംസ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, ഇക്വിറ്റിയുടെ പാർട്ടാണ്. പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ഇക്വിറ്റിയുടെ പാർട്ടാണ് അല്ലേ? കാരണം ബിക്കോസ് ഇറ്റ് ഈസ് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. ദെൻ ജനറൽ റിസർവ്, ഇതും ഇക്വിറ്റിയിൽ ആഡ് ചെയ്യേണ്ട ഐറ്റമാണ് കാരണം റിസർവ് ആണ്. പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ടിനെയാണ് നമ്മൾ സർപ്ലസ് എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ടാണ് സർപ്ലസ്. പിന്നെ ഡിബഞ്ചർ നമ്മൾ ഓൾറെഡി എടുത്തു കഴിഞ്ഞു, അത് ഡെറ്റ് ക്യാപിറ്റലാണ്. പ്രിലിമിനറി എക്സ്പെൻസസ്, പ്രിലിമിനറി എക്സ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു ലോസാണ്, അക്യൂമുലേറ്റഡ് ലോസാണ്, ഫസ്റ്റ് ഇനീഷ്യൽ സ്റ്റേജിൽ വന്ന ലോസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പ്രോഫിറ്റ് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ലോസ് കൂടി അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ 20,000 ലെസ് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ നമ്മൾ ആൻസർ വരിക ഇക്വിറ്റി വരിക 20,000 അല്ലേ? 2 lakh ഇക്വിറ്റി ക്യാപിറ്റൽ, 1 lakh പ്രിഫറൻസ് ക്യാപിറ്റൽ, 90,000 റിസർവ്, 60,000 പ്രോഫിറ്റ്, 20,000 ലോസ് മൈനസ്. ഓക്കെ, ബാലൻസ് എമൗണ്ട് വിൽ ബി 4,30,000. So debt equity ratio is 1,50,000 divided by 4,30,000. So the amount is, the result is 0.35. നമ്മൾ റേഷ്യോ എഴുതുമ്പോൾ 0.35:1 എന്നാണ് ഡിനോട്ട് ചെയ്യുക. ഓക്കെ, ദിസ് ഈസ് ദ റേഷ്യോ. Another question. Calculate debt equity ratio from the following details. Equity share capital, preference share capital, general reserve, profit and loss account, debentures, long term loans. Just mentioned debt equity ratio, but here he consider ഏതാണ് കൺസിഡർ ചെയ്യുക? ലോങ് ടേം ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ. ഇവിടെ നമ്മൾ ജസ്റ്റ് ഡെറ്റ് ഇക്വിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോങ് ടേം ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ ആണ് നമ്മൾ പരിഗണിക്കുക. ഓക്കെ, സോ ഹിയർ വാട്ട് ആർ ദ എലമെൻറ്റ്സ് ഓഫ് ഡെറ്റ്? ഡെറ്റ് ഇൻക്ലൂഡ്സ് ഏതൊക്കെയാണ്? ഡെറ്റിൻ്റെ പാർട്ട് ഏതൊക്കെ വരും? ഡിബഞ്ചർ ഉണ്ട് 3 lakh, ലോങ് ടേം ലോൺ ഉണ്ട് അല്ലേ? ലോങ് ടേം ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ ആണ്. ലോങ് ടേം ലോൺ 1 lakh. ഓക്കെ, ബോത്ത് ആർ കൺസിഡർ. So here debt covers debentures and long term loans. Equity covers equity share capital, preference share capital, reserve, surplus. Okay, both are considered. So you go through the problem, you solve the problem and post the answer just as a comment to our Google class. Okay, thank you.